സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഇപ്പോൾ വചനധ്യാനത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം ചോദിക്കാം. ഈ ദിവസം യേശുക്രിസ്തു വരികയാണെങ്കിൽ എത്ര ആളുകൾ സ്വർഗത്തിലേക്ക് പോകുവാൻ ഇടയാകും? ഗ്യാരണ്ടിയാണോ? എങ്ങനെ അറിയാൻ കഴിയും? എനിക്ക് ദൈവത്തോട് നല്ല ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുവാൻ കഴിയും? നിങ്ങൾ പറയൂ. ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികൾ തന്നെ. എനിക്ക് ഒരു കുഴപ്പമുണ്ടാകില്ല എന്ന് മനുഷ്യൻ വിചാരിക്കുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ യഥാർത്ഥമായും ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ മനസ്സാക്ഷിയെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ വിശുദ്ധനായിട്ട്, നിർമ്മലനായിട്ട്, ഞാൻ നിർദോഷിയായി ജീവിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ ഗ്രഹിക്കുവാൻ കഴിയും എന്ന് പറയൂ. നിങ്ങൾക്കെങ്ങനെ കൈ ഉയർത്തി പറയുവാൻ കഴിഞ്ഞു? സ്നാനമെടുത്തത് കൊണ്ടാണോ? അതോ നിങ്ങളുടെ പാസ്റ്ററിനെ നിങ്ങൾ സഹായിക്കുന്നത് കൊണ്ടാണോ? അതുമല്ലെങ്കിൽ വലിയൊരു സംഭാവന സഭയ്ക്ക് കൊടുത്തത് കൊണ്ടാണോ? എങ്ങനെ? രക്ഷിക്കപ്പെടുവാനിടയായി. രക്ഷിക്കപ്പെടുക എന്നത് ഒരു കാര്യമാണ്. ആ രക്ഷയെ ഭയത്തോടെ, ഭക്തിയോടെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് മറ്റൊരു വിഷയം. പണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് എന്ന് നിങ്ങൾ പറഞ്ഞത്, അതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് വില പോവുകയില്ല. ഒരു വ്യക്തി ഇതുപോലെ രക്ഷിക്കപ്പെട്ടുവെന്ന് അത്ഭുതകരമായ സാക്ഷ്യമാണെന്ന് പറയുന്നു. ഈ കാലത്തെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം, അങ്ങനെയുള്ള സാക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിൻ്റെ ഇഷ്ടപ്രകാരമൊക്കെ ജീവിച്ച് തോന്നുന്ന രീതിയിലെല്ലാം നടന്നിട്ട്, ചെയ്യരുതാത്ത കാര്യങ്ങളെല്ലാം ചെയ്തിട്ട്, മദ്യപിച്ച് തല്ലുകൂടിയൊക്കെ നടന്ന്, അങ്ങനെ എല്ലാം കഴിഞ്ഞ ശേഷം വന്നിട്ട് കർത്താവേ എന്ന് വിളിച്ചാൽ അതാണ് ഇപ്പോഴുള്ള വലിയ സാക്ഷ്യം. ശരിയല്ലേ? യൗവനപ്രായത്തിൽ തന്നെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ, ലോകപാപത്തിൽ വീഴുന്നതിന് മുൻപ് തന്നെ കർത്താവിനെ സ്വീകരിച്ചാൽ, ഇന്നത്തെ കാലത്ത് അതൊക്കെ ഒരു ചെറിയ സാക്ഷ്യമാണ്. യൗവനക്കാരനോട് ഇപ്രകാരം പറഞ്ഞ്, എടാ നീ മാനസാന്തരപ്പെട്, രക്ഷ പ്രാപിക്കുമെന്ന്. ബ്രദർ, ഇപ്പോഴേ രക്ഷിക്കപ്പെട്ട നല്ലൊരു സാക്ഷ്യം കാണുകയില്ല. ഇപ്പോഴും ഞാൻ കുറേ പാപങ്ങൾ ചെയ്തിട്ടില്ല. എല്ലാ പാപങ്ങളും ചെയ്ത ശേഷമാണ് ഞാൻ മാനസാന്തരപ്പെടുന്നെങ്കിൽ എൻ്റെ സാക്ഷ്യം കേട്ടിട്ട് എല്ലാവരും എന്ന് പറയും. എങ്ങനെയുണ്ട്? സത്യമാണോ? ജീവിതമെല്ലാം വൃഥാവായി പോയ ശേഷം, ജീവിതമെല്ലാം നശിച്ചു പോയ ശേഷം, ശക്തിയെല്ലാം ക്ഷയിച്ചു പോയ ശേഷം, അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ ശേഷം, മരണക്കിടക്കയിലായിരിക്കുമ്പോൾ, ഒന്നും ചെയ്യുവാൻ കഴിയാത്ത, ഒരു ഗതിയുമില്ലാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ യേശുവിൻ്റെ അരികിലേക്ക് തിരിയുന്നതും രക്ഷ പ്രാപിക്കുന്നതൊന്നും വലിയ കാര്യമൊന്നല്ല. നിന്റെ യൗവന പ്രായത്തിൽ തന്നെ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിന്റെ ജീവിതത്തിൽ നിനക്ക് ദുർദിവസങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ നിന്റെ ഹൃദയത്തെ പരിശോധിക്കുക. അതാണ് നല്ല സാക്ഷ്യം. ഈ കാലത്തെ സാക്ഷികൾ, ഞാൻ ഈ നാട്ടിലെ വലിയൊരു കള്ളനായിരുന്നു, ഞാൻ 10-40 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ എനിക്ക് സിനിമയിൽ അവസരം ഇല്ലാതെ മരിക്കുവാൻ വേണ്ടി തുടങ്ങി, മരിക്കേണ്ട അവസ്ഥയിലെത്തി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും, അയ്യോ നോക്കൂ, സിനിമ ആക്ടർ മാനസാന്തരപ്പെട്ടിരിക്കുന്നു, വലിയ വലിയ മോഷണങ്ങൾ നടത്തി ഈ കള്ളൻ മാനസാന്തരപ്പെട്ടുവെന്ന്, മദ്യപിച്ച് ലക്കുകെട്ട് നടന്ന വ്യക്തി പാസ്റ്ററായെന്ന്, ദൈവം എത്ര വലിയ അത്ഭുത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഈ വലിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞങ്ങളുടെ സഭയിലും ദേശത്തും വന്ന് സാക്ഷി പറയൂ, നിങ്ങളുടെ ഈ സാക്ഷി കേട്ടാൽ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം മാറിപ്പോകുമെന്ന് പറയുന്നു. അതുപോലെ ഒരു മനുഷ്യൻ തൻ്റെ സാക്ഷ്യത്തെ മറ്റുള്ളവരോട് പറഞ്ഞ് മടുത്ത് അവസാനം പുസ്തകങ്ങളിലൂടെ അച്ചടിച്ചു. അങ്ങനെ സാക്ഷി പറയാത്തത് കൊണ്ട് പുസ്തകങ്ങൾ അച്ചടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യാനിടയിൽ നിങ്ങൾ പോയി വായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം ഒരു പഴയ സ്നേഹിതൻ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി വീട്ടിൽ വന്നു. എന്തൊക്കെയുണ്ട്, സുഖമായിരിക്കുന്നോ? അതുപോട്ടെ, നിങ്ങൾ എൻ്റെ സാക്ഷ്യം കേട്ടില്ലേ എന്ന് ചോദിച്ചു. ഏത് സാക്ഷ്യം? നമ്മൾ ഒരുമിച്ച് മദ്യപിച്ചിരുന്നില്ലേ, നമ്മൾ ചീട്ട് കളിച്ചില്ലേ, നോക്ക് ഇപ്പോൾ ഞാൻ യേശുവിനെ വിശ്വസിച്ചിരിക്കുകയാണ്, എൻ്റെ സാക്ഷ്യം, എൻ്റെ വലിയ സാക്ഷ്യം കേട്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോകുന്നു, നിനക്കറിയില്ലേ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ട് എടീ എന്ന് വിളിക്കാനിടയായി. നിങ്ങൾ ഭാര്യ അങ്ങനെയല്ലേ വിളിക്കുന്നത്? എടീ, നോക്ക്, ഇങ്ങോട്ട് വരൂ. ഇന്ത്യയിൽ ഭാര്യമാരെ വിളിക്കുന്നത് കേട്ടാൽ വളരെ രസമാണ്. ഷൂ ഡീ
ഷൂ ഷീ എന്തൊക്കെയാണ് വിളിക്കുന്നത്? ആ പാവം, അവർ മാത്രം നിങ്ങളെ ചേട്ടാ എന്ന് വിളിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് ദേഷ്യമുണ്ടാകും. നിങ്ങൾ മാത്രം ഭാര്യയെ ഇഷ്ടമുള്ളതുപോലെ ഷാ ഷീ എന്നെല്ലാം വിളിക്കുന്നു. ആ എടി, നീ ഇങ്ങോട്ട് വരൂ, എൻ്റെ സാക്ഷ്യമല്ല എഴുതിയ പുസ്തകങ്ങളുണ്ടല്ലോ, അതാ തട്ടുംപുറത്തിരിപ്പുണ്ട്, അത് എടുത്തുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു. എവിടെയാണ് വെച്ചിരിക്കുന്നത്? തട്ടുംപുറത്ത്. പണ്ട് കാലത്ത് നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടായിരുന്ന കാര്യമാണത്. വീടുകളിൽ സാധനങ്ങൾ വയ്ക്കുന്നതിന് വേണ്ടി മുകളിൽ അറകളായി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലമാണ്. പാവം, അവൾ മുകളിൽ കയറിയിട്ട് അത് നോക്കി അവിടുന്ന് തന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ നോക്ക്, നിങ്ങളുടെ സാക്ഷ്യം മുഴുവൻ ഇപ്പോൾ ചെതലരിച്ചിരിക്കുന്നു. സാക്ഷ്യത്തിനെല്ലാം എന്തു പറ്റിയെന്നാണ്? ചിതല് തിന്നിരിക്കുന്നു. അങ്ങനെ യഥാർത്ഥ സാക്ഷ്യവും ചിതല് തിന്നിരിക്കുകയാണ്. അതാണ് വാസ്തവം. പണ്ടത്തെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഞാൻ നേരത്തെ വിശ്വാസി വന്ന സമയത്ത് പ്രാർത്ഥിക്കാനിരുന്നാൽ പിന്നെ എഴുന്നേൽക്കത്തേ ഇല്ലായിരുന്നു. ഇപ്പോൾ മുഴങ്കാലിൽ ഇരിക്കാനേ സമയമില്ല. ആ കാലത്ത് ഞാൻ ബൈബിൾ എടുത്തിട്ട് ഒറ്റയടിക്ക് 10 അധ്യായങ്ങളൊക്കെ വായിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇന്നെനിക്ക് 10 വാക്യങ്ങൾ പോലും വായിക്കുവാൻ കഴിയുന്നില്ല. അന്ന് ചർച്ചിൽ പോകുമ്പോൾ ആദ്യം മുമ്പിൽ തന്നെ ഞാനിരിക്കുമായിരുന്നു. ഇന്ന് ചർച്ചിൽ പോയാൽ ഏറ്റവും പിറകിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ആദ്യം ഇറങ്ങിപ്പോകുന്നതും ഞാൻ തന്നെയാണ്. ചർച്ചിൽ എല്ലാവരും വന്ന ശേഷം വരുന്നതും ഞാൻ തന്നെയാണ്. ആമേൻ പറഞ്ഞാൽ ഉടൻ തന്നെ ഇറങ്ങിപ്പോകുന്നതും ഞാൻ തന്നെയാണ്. എന്തു പറ്റി നിന്റെ ഭക്തിക്ക്? അങ്ങനെയുള്ളതല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഭക്തി ദിനംതോറും വർദ്ധിക്കണം. കർത്താവിനോടുള്ള നമ്മുടെ നടപ്പ്, കർത്താവിനോട് കൂടിയുള്ള നമ്മുടെ കൂട്ടായ്മ, ആ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതുപോലെ നാം ഇനിയും 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 കർത്താവിനോട് കൂടെ ചേരണമെന്ന് അവൻ്റെ അടുത്ത് വസിക്കാൻ ശ്രമിക്കും. മുൻപുള്ള വിശ്വാസത്തെക്കാൾ, മുൻപുള്ള ജീവിത രീതിയേക്കാൾ കൂടുതൽ വിശ്വാസമുള്ളവരായിരിക്കാൻ ശ്രമിക്കും. രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളേക്കാൾ, അന്നുള്ള ആവേശത്തേക്കാൾ വലിയ ആവേശമുള്ളവരായി ജീവിക്കുന്നത് കാണാം. എന്നാൽ ഇന്നുള്ള ക്രൈസ്തവരിൽ അങ്ങനെയുള്ള ആവേശം കാണുവാനേ ഇല്ല. തണുത്തു പോകുന്നു. എവിടെ നോക്കിയാലും ക്രിസ്ത്യാനിത്വം തണുത്തു പോകുന്നു. പാല് തിളയ്ക്കുമ്പോൾ പൊങ്ങി വരുന്നത് കാണാം. എന്നാൽ പൊങ്ങി വരുന്ന പാലിൽ അല്പം വെള്ളമൊഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? അത് തണുത്തു പോകും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? പാല് പോലും കുക്കറിൽ തിളപ്പിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ കാര്യങ്ങൾ അറിയാൻ കഴിയും? നിങ്ങളും പാല് കുക്കറിലാണോ തിളപ്പിക്കുന്നത്, അതോ നിങ്ങൾ അല്ലാതെയാണോ തിളപ്പിക്കുന്നത്? തിളപ്പിക്കുകയാണോ? ശരി, നല്ലത്. നിങ്ങൾ തിളപ്പിക്കുന്ന സമയത്ത് അതൊന്ന് ഷീന്ന് വെക്കുമ്പോൾ ഇറക്കുന്നതല്ല. ഒന്നാതെ അത് പൊടി കലക്കിയ ഒരു പാലാണ്. അതിനെ വീണ്ടും നന്നായി തിളപ്പിക്കാതെ, നിങ്ങൾ നല്ലവണ്ണം വേവിക്കാതെ ഇറക്കിയാൽ, നല്ലവണ്ണം തിളപ്പിക്കാതെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ കൂടി നിങ്ങൾക്ക് അസുഖമുണ്ടാകാം. നിങ്ങളുടെ ശരീരത്തിൽ അസുഖമുണ്ടാകാം. എല്ലാവർക്കും അസുഖമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അസുഖങ്ങൾ മാറി മാറി ഉണ്ടാകുന്നതെന്ന് അറിയാമോ? നമ്മൾ കഴിക്കുന്ന അരിയിൽ പോലും വിഷാംശമുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ശുദ്ധിയില്ല. നാം ശ്വസിക്കുന്ന വായുവിൽ വിഷാംശമാണ്. നമുക്ക് ആഹാരം വെച്ചുണ്ടാക്കി കഴിക്കുവാനുള്ള ക്ഷമയില്ല. എന്താണ്? ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ട് കഴിക്കുകയാണ്. എന്തു റൈസാണ്? ഫ്രൈഡ്. കൊച്ചു കുഞ്ഞുങ്ങൾ ശാഠ്യം പിടിച്ച് കരയുമെന്ന്, ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ശാഠ്യം പിടിച്ച് അവസാനം ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് അത് സഹിക്കാനും വഴി അയ്യോ 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 എന്ന് നിലവിളിക്കുന്നത് കാണാം. അയ്യോ വയറ്റ് വേന എടുക്കുന്നു, വയറ്റ് വേന എടുക്കുന്നു പറയുന്നത് കേട്ടിട്ടില്ലേ? ആ പല രീതിയിലുള്ള ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, അസിഡിക് പ്രോബ്ലംസ്, അതുപോലെയുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളും. രാവിലെ എഴുന്നേൽക്കുകയില്ല. അതിരാവിലെ എഴുന്നേറ്റെന്ന് പറഞ്ഞു ഒരു ബ്രദർ. എപ്പോഴാണെന്ന് ചോദിച്ചു. അതിരാവിലെ 10 മണിയായപ്പോൾ എഴുന്നേറ്റു എന്ന് പറഞ്ഞു. നോക്ക്, എത്ര മണിക്കാണെന്നാണ്? സൂര്യോദയം നിങ്ങൾ കണ്ടിട്ട് എത്ര ദിവസങ്ങളായെന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്ക്. രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്ന ആളുകൾ പറയും അതിൽ കൂടെ അവർക്ക് മോശവും പുണ്യവും ഒക്കെ ലഭിക്കും. അതൊന്നുമല്ല. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ വെയിലത്ത് പോയി അല്പസമയം നിന്നാൽ വിറ്റമിൻ ഡി ഉണ്ടായിരിക്കും അവരുടെ ശരീരത്തിന്. അതുപോലെ എല്ലിന് ബലം കിട്ടും. എന്താണ്? ത്വക്ക് രോഗങ്ങളൊന്നും വരാതെ, ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ സൂര്യരശ്മി അടിക്കുമ്പോൾ നല്ലതായി അതിന് സൗഖ്യം വരുവാനിടയാകും. എന്താണ്? ഈ കാലത്തുള്ള മനുഷ്യർ ദൈവത്തിൻ്റെ പദ്ധതിയിൽ കൂടി നടക്കുന്നില്ല. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ ആയുസ് കുറഞ്ഞു പോകുന്നു, ആരോഗ്യം നഷ്ടപ്പെടുന്നു. ഒരു സമയത്ത് ആയുസിന്റെ പരിധി 80 വയസ്സാണ്. ഇപ്പോൾ 100ൽ 10 പേരെ പോലും അങ്ങനെ കാണാൻ കഴിയില്ല. ഒരു അപ്പച്ചൻ ഇന്നലെ വരാനിടയായി. 85 വയസ്സാണ് പ്രായം. അങ്ങേർ എത്ര ഊർജ്ജസ്വലനാണെന്ന് ഞാൻ നോക്കിയ സമയത്ത് അബ്ബാ, എനിക്കൊരുപാട് ബലമുണ്ടാകാനിടയായി. എനിക്ക് സന്തോഷം തോന്നി. ഞാൻ വിചാരിച്ചു ഞാൻ പ്രായമേറിപ്പോവുക, എന്നാൽ ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയും. ഇന്നലെ എൻ്റെ സഹോദരൻ വിജയവാഡയിൽ നിന്ന് വന്നു.
അണ്ണാ എത്ര വയസ്സാണെന്ന് ഞാൻ ചോദിച്ചു സഹോദരനോട്. 100 വയസ്സായെന്ന് പറഞ്ഞു. പേരെന്താണെന്ന് ചോദിച്ചു. യോശുവ എന്ന് പറയുകയുണ്ടായി. യോശുവയെ പോലെ 110 വയസ്സ് വരെ തീർച്ചയായും ജീവിച്ചിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. ഈ കാലത്ത് 30 വയസ്സാകുമ്പോഴേ വയ്യാതാവുകയാണ്. 40 വയസ്സാകുമ്പോഴേ ഷുഗറും കൊളസ്ട്രോളും, ഗ്യാസ്ട്രിക് പ്രോബ്ലം, തലവേദനകൾ, കണ്ണിന് കാഴ്ചയില്ല. പിന്നെന്താണ്? ക്ഷമയില്ല. ദൈവം പറയുന്ന പദ്ധതി പോലെ നാം ജീവിക്കുകയാണ് എങ്കിൽ, ആഹാരക്കാര്യത്തിൽ നാം സൂക്ഷിക്കുന്നവരാണെങ്കിൽ നാം എല്ലാ വിഷയത്തിലും അനുഗ്രഹീതരായിരിക്കും. തിന്നരുത് എന്ന് പറഞ്ഞ പഴം തിന്നു. അതാണ് ഹവ്വയും ആദാമും ചെയ്ത പാപം. തിന്നരുത് എന്ന് പറഞ്ഞപ്പോൾ തിന്നു. ഈ ദിവസങ്ങളിലും അത് തന്നെയാണ്. തിന്നരുതെന്ന് പറഞ്ഞ കാര്യം തിന്നും, തിന്നാൻ പറഞ്ഞ കാര്യം തിന്നില്ല. വേണ്ടെന്ന് പറഞ്ഞാൽ കഴിക്കും. മോരുവെള്ളം കുടിക്കുമോനെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട, എനിക്ക് അണുനാശിനി കുടിക്കാനുണ്ട്. ഏതാണത്? കൊക്കക്കോള, പംസപ്പ്, എന്താണ്? അതാണ് വേണ്ടത്. മോരും വെള്ളം കുടിക്കില്ല. കോഫി, ടീ, കുടത്തിലെ വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ അത് കുടിക്കില്ല. പ്ലാസ്റ്റിക് ബോട്ടിലേ അവൻ കുടിക്കും. ആ പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്നാണ് നമുക്ക് ക്യാൻസർ ഉണ്ടാകുന്നത്. എത്രയോ ക്യാൻസർ രോഗികളാണ് ഈ മധ്യയിൽ. ചെന്നൈയിൽ നമ്മുടെ ചർച്ചിൻ്റെ അടുത്തൊരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നമ്മുടെ ചർച്ചിലുള്ള യൗവനക്കാർ ചിലർ ചെന്നിട്ട് അവിടെ എല്ലാ ഞായറാഴ്ചകളിലും ചെന്നിട്ട് അവിടുത്തെ രോഗികളെല്ലാം കൂട്ടി അവരോട് വ്യക്തിപരമായി സംസാരിക്കുകയും പ്രാർത്ഥന ചെയ്യുകയും അവർക്ക് സഹായങ്ങൾ ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ബ്ലഡ് ക്യാൻസർ, ത്രോട്ട് ക്യാൻസർ, ടങ് ക്യാൻസർ, ലങ് ക്യാൻസർ, കിഡ്നി ക്യാൻസർ, ലിവർ ക്യാൻസർ, ബോൺ ക്യാൻസർ. നല്ല ആരോഗ്യമുള്ള യൗവനക്കാർ, 20ഉം 25ഉം വയസ്സുള്ള നല്ല യുവജനങ്ങൾ അവർക്കാണ്. അതുപോലെ നല്ല സുന്ദരരായ കൊച്ചുകുട്ടികൾ, 5ഉം 6ഉം വയസ്സുള്ളവർ. പ്രായമുള്ളവരെക്കാൾ യൗവനക്കാർക്ക്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാകുമ്പോൾ എനിക്കത് കേട്ട് അത്ഭുതമുണ്ടാകുന്നു. എന്തുകൊണ്ടോ? ദൈവത്തിൻ്റെ കൽപ്പനകളെ അതേപോലെ അനുസരിക്കുന്നില്ല. നിന്റെ ശരീരത്തിൽ ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ, നിന്റെ എല്ലുകൾക്ക് നല്ല ബലമുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിക്കണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ വചനത്താലും ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെ ആയിരിക്കണം എന്നത് അതാത് ദിവസങ്ങളിൽ തന്നെ. ഞാൻ ഒരു കാലത്ത് രക്ഷിക്കപ്പെട്ടു, ഞാൻ ഒരു കാലത്ത് ബൈബിൾ വായിച്ചു, ഒരു കാലത്ത് ദൈവവേല ചെയ്തു, ഒരു കാലത്ത് പ്രാർത്ഥിച്ചു, ഒരു കാലത്ത് ശുശ്രൂഷ ചെയ്തു, ഒരു കാലത്ത് ഞാൻ നല്ലൊരു വിശ്വാസിയായി ജീവിച്ചവനാണ്, ഒരു കാലത്ത് ഞാൻ വളരെ ഉണർവോടെ പ്രവർത്തിച്ചിരുന്ന ദൈവദാസനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമല്ല. ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു? എന്താണ്? ഈ ദിവസം നീ എങ്ങനെയായിരിക്കുന്നു? അതാണ് ഏറ്റവും പ്രധാനം. അതെങ്ങനെ അറിയാൻ കഴിയും? നിങ്ങളിൽ എത്ര പേര് രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നോക്കും? ഒന്ന് കൈ ഉയർത്താമോ? ശരി, രാവിലെ എഴുന്നേക്കുന്ന കാര്യം പോട്ടെ. നിങ്ങൾ കണ്ണാടിയിൽ നോക്കാറില്ലേ? വെളിയിൽ പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ണാടിയിൽ നോക്കാറില്ലേ? ഒന്ന് കൈ ഉയർത്തിക്കാട്ടെ. കൈ ഉയർത്താത്തവർ കള്ളം പറയണം, അല്ലാതെ കണ്ണാടി ഇല്ലാഞ്ഞിട്ടല്ല. കണ്ണാടിയില്ലാത്ത വീടുണ്ടോ? ബൈബിളില്ലാത്ത വീടുകൾ കാണാം, എന്നാൽ കണ്ണാടിയില്ലാത്ത വീടുകളുണ്ടോ? അയ്യോ, ഇപ്പോൾ വീട് നിറച്ച് കണ്ണാടികളാണ്. നേരത്തെ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് ഞാൻ അവിടെ ആയിരുന്നപ്പോൾ അവിടുത്തെ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മ കണ്ണാടി എവിടെയെന്ന് ചോദിച്ചപ്പോൾ, നോക്കടാ ആ ഭിത്തിയിലുണ്ടെന്ന് പറഞ്ഞു. ഭിത്തിയിൽ എവിടെയാണെന്ന് നോക്കി അങ്ങനെ നോക്കിയപ്പോൾ ഭിത്തിയിൽ ഒരു ചെറിയ കണ്ണാടിയുടെ കഷ്ണം എടുത്ത് ഒട്ടിച്ചു വെച്ചിട്ട് പടം ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. നാം അവിടെ ചെന്നിട്ട് അതിലേക്ക് നോക്കണം. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ നിലക്കണ്ണാടികൾ. ഇപ്പോൾ അങ്ങനെയല്ല, വീടും നാടും മുഴുവൻ ഇപ്പോൾ കണ്ണാടികളാണ്. എവിടെയെങ്കിലും ഷോപ്പിങ്ങിൽ പോയാലോ ചില ആളുകൾ ഷോപ്പിങ്ങിൽ പോകുന്നത് എന്തിനാണെന്നറിയാമോ? കണ്ണാടിയിൽ നോക്കാൻ വേണ്ടിയാണ് പോകുന്നതെന്ന്. അവിടെ ഇരിക്കുന്ന വലിയ കണ്ണാടിയിൽ നോക്കിയിട്ട് എത്ര ഹൈറ്റ് ഉണ്ട്, തടിയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ കണ്ണാടിയിൽ നോക്കുന്നത്? പറയൂ, നിങ്ങൾ എന്തിനാണ് കണ്ണാടിയിൽ നോക്കുന്നത്? കണ്ണാടി നോക്കിയിട്ട് എൻ്റെ മുഖം കൊള്ളില്ലെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് പോകുമോ? കണ്ണാടി നോക്കിയിട്ട് കൊള്ളാം, നല്ല മൂക്കാണ്, മുഖം കാണാൻ കുഴപ്പമില്ല, കുറച്ച് മുഖക്കുരു ഉണ്ട്, ആ തലമുടിയൊക്കെ മുള്ളമ്പന്നിയുടെ കൂട്ടി നിൽക്കുന്നു, ചകിരിനാര് പോലിക്കും തലമുടിയാണ്, കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുമോ? എന്താണ് ചെയ്യുന്നത്? ഓരോ ദിവസവും വന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളുടെ മുഖം നല്ലവണ്ണം ശുദ്ധിയായി വയ്ക്കും, നല്ലവണ്ണം തലമുടി ചീകി ഒതുക്കി വയ്ക്കും, മുഖം നല്ലവണ്ണം കഴുകും, നല്ല പൗഡറുകളൊക്കെ ഇടും. ഞങ്ങൾ പുരുഷന്മാർക്കാണെങ്കിൽ താടി വടിക്കണം. ഇപ്പോഴാണെങ്കിൽ പുതിയ ഫാഷനാണ് താടിയൊന്നും വടിക്കേണ്ട ആവശ്യമില്ലെന്ന്. എന്താണ്? എല്ലാവരും താടി വളർത്തുകയാണ്, പുതിയ ഫാഷനാണെന്ന് പറഞ്ഞിട്ട്. ആരോ എവിടെയോ താടി വളർത്തിയെന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ എല്ലാവരും ചെയ്യുകയാണ്. വളർത്തിക്കോ, നിങ്ങളുടെ താടി നിങ്ങളുടെ ഇഷ്ടം, ആരാണ് വേണ്ടെന്ന് പറഞ്ഞത്?
കണ്ണാടിയിൽ നോക്കിയിട്ട് മുഖം നന്നാക്കുന്നത് പോലെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനമാകുന്ന കണ്ണാടിയിൽ നിങ്ങൾ തന്നെ നോക്കിയിട്ട് നിങ്ങളുടെ ഹൃദയത്തെ നന്നാക്കിയെടുക്കണം. വചനം നമ്മുടെ സത്യ അവസ്ഥയെ വെളിപ്പെടുത്തുന്നു. വചനം വായിക്കുന്നതായ വ്യക്തി, കഴിഞ്ഞ ദിവസം പ്രാർത്ഥന അനേക ഭാരങ്ങൾ വിശ്വാസികൾ പറയുവാനിടെ അതിനിടയ്ക്ക് ഒരു വ്യക്തി വന്ന് പറഞ്ഞു, എൻ്റെ ശത്രുക്കളെല്ലാം തന്നെ എന്നോട് ക്ഷമിക്കുന്നതിന്, അതുപോലെ എൻ്റെ ശത്രുക്കളോട് എനിക്കും ക്ഷമിക്കാൻ കഴിയുന്നതിനായി പ്രാർത്ഥിക്കൂ എന്ന് പറയുകയുണ്ടായി. എന്തൊരു പ്രാർത്ഥനാ മനുഷ്യനാണ്! എൻ്റെ ശത്രുക്കളോടെല്ലാം എനിക്ക് ക്ഷമിക്കാൻ കഴിയണം, എൻ്റെ ശത്രുക്കളെല്ലാം എന്നോടും ക്ഷമിക്കണം. അത് ഈസിയുള്ള കാര്യമില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. വചനം വായിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കൂ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കാരെങ്കിലും ശത്രുക്കളായവരുണ്ടോ? ഇഷ്ടമില്ലാത്തവർ ഉണ്ടോ? ശത്രുക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരും പറയുകയില്ല. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ ഉണ്ടോ? നിങ്ങളെ വിഷമിപ്പിച്ച വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരെയും ഒന്നും പറഞ്ഞില്ല, എന്നാൽ നിങ്ങളെ ചീത്ത പറഞ്ഞവർ ഉണ്ടോ? നിങ്ങൾ ആരെയും വഞ്ചിച്ചില്ല, എന്നാൽ നിങ്ങളെ വഞ്ചിച്ച വ്യക്തികളുണ്ടോ? നിങ്ങൾ ആരെയും വിഷമിപ്പിച്ചില്ല, എന്നാൽ നിങ്ങളെ ദുഃഖിപ്പിച്ച വ്യക്തികളുണ്ടോ? അവരെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്ന നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടാകും? നിന്നെ വഴക്ക് പറഞ്ഞവരെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് തന്നെ ഇരിക്കൂ. നിന്റെ ഹൃദയം നിറച്ചു സ്തുതിയായിരിക്കുമോ? BP, ബ്ലഡ് പ്രഷർ കൂടിപ്പോകാനിടയാകും. ഒരു ദേവദാസൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളിനെക്കുറിച്ച് ഒരു നിമിഷം പോലും നിങ്ങൾ ചിന്തിക്കരുത്. നിന്നെ വിഷമിപ്പിച്ച വ്യക്തികളെക്കുറിച്ച് ആലോചിക്കരുത്. ക്ഷമിച്ചിട്ട് മൗനമായിരിക്കും. നാം കർത്താവ് വരുന്ന സമയത്ത് എടുക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ഹൃദയം ദൈവത്തിന് മുൻപാകെ വിശുദ്ധമായിരിക്കണമെങ്കിൽ, നാം ഓരോരുത്തരും എല്ലാ ദിവസവും അവൻ്റെ വചനങ്ങൾ വായിച്ചിട്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കേണ്ടതാണ്. നാം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മുഖപ്രകാശം നമ്മുടെ മേൽ വരുന്നു. അവൻ്റെ മുഖപ്രകാശത്തിൽ നമ്മുടെ രഹസ്യപാപങ്ങൾ കാണുവാനിടയാകും. ഇരുട്ടിലായിരിക്കുന്ന സമയത്ത് നാം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഒരു വലിയ ഫോക്കസ് ലൈറ്റ് നമ്മുടെ മേൽ അടിച്ചാൽ നമ്മുടെ ഷട്ടിലുള്ളതായ ചെറിയ ഒരു മാർക്ക് പോലും കാണുവാൻ കഴിയും. കോടാനുകോടി സൂര്യന്മാരെക്കാൾ പ്രകാശമുള്ളതായ കർത്താവിൻ്റെ മുഖം നമ്മുടെ അടുക്കലേക്ക് തിരിക്കുന്ന സമയത്ത് നിന്റെ അന്തരംഗത്തിൽ, ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ദൈവത്തിൻ്റെ അനിഷ്ടമായ ഓരോ തെറ്റുകളും നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയും. നീ പ്രാർത്ഥനയിൽ ഏറ്റുപറയുമ്പോൾ, നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനാണ്. നമ്മുടെ സകല ദുഷ്ടതയിൽ നിന്നും നമ്മെ അവൻ വിടുവിക്കുകയും ചെയ്യും. യഥാർത്ഥമായ ക്രിസ്തീയ ഭക്തി എന്നത് എല്ലാ ദിവസവും ദൈവത്തോടു കൂടെ നടക്കുന്നതാണ്. അങ്ങനെയുള്ള ജീവിതം നമുക്കെല്ലാവർക്കും കർത്താവ് നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കഷ്ടത മാറണമെങ്കിൽ, നിങ്ങളുടെ ബുദ്ധിമുട്ട് തീരണമെങ്കിൽ, നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാക്കണമെങ്കിൽ, നിന്റെ കുറവ് മാറണമെങ്കിൽ, നിന്റെ വീട്ടിലെ അസമാധാനം മാറണമെങ്കിൽ, നിന്റെ വീട്ടിലെ അസ്ഥിരത മാറണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരിക. ഈ ലോക ജീവിതത്തിന്റെ പിറകെ നീ പോകരുത്. ലോകത്തിന്റെ സുഖത്തിന്റെയും സൗകര്യത്തിന്റെയും പിറകെ നീ അന്വേഷിച്ച് പോകരുത്. ഇതെല്ലാം നശ്വരമാണ്. എവിടെ നോക്കിയാലും ഈ ലോകത്തിൽ മദ്യപാനം, വ്യഭിചാരം, ഇതെല്ലാം നാശകരമാണ്. ശരീരത്തെ നശിപ്പിച്ചുകൊണ്ട്, അശുദ്ധിയാക്കിക്കൊണ്ട് അനേക രീതിയിലൂടെ നശിച്ചു പോകുന്ന എല്ലാ ആളുകളെയും കർത്താവ് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങളെ കഴുകണമേ. വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങളെ കഴുകണമേ. കർത്താവേ, നിന്റെ രക്തത്താ ഞങ്ങളെ കഴുകണമേ. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിച്ചു, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുമെന്ന് വിചാരിച്ചു, എന്നാൽ ഞങ്ങളുടെ ഹൃദയം ശരിയായതല്ലായിരുന്നു. എൻ്റെ ജീവിതം ശരിയായതല്ല ദൈവമേ. എൻ്റെ ഹൃദയ വിചാരങ്ങൾ ശരിയായതല്ല. ആദ്യമുള്ളതായ ആവേശമില്ല, ആദ്യത്തെ ദൈവസ്നേഹമില്ല, ആദ്യത്തെ വിശ്വാസമില്ല. അതുകൊണ്ടാണ് തകർന്നു പോകുന്നത്, അതുകൊണ്ടാണ് കുടുങ്ങിപ്പോകുന്നത്, അതുകൊണ്ടാണ് ദുഃഖത്തിലായിരിക്കുന്നത്. ഹൃദയത്തിൽ സമാധാനമില്ല, വീട്ടിൽ സ്വസ്ഥതയില്ല ദൈവമേ. വീട്ടിൽ ഞങ്ങൾക്ക് അനുഗ്രഹമില്ല, കടഭാരവും രോഗവുമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ കലഹവും പോരാട്ടവുമാണ്. ഞങ്ങളുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കുമാറാകണമേ ദൈവമേ. നിന്റെ മുറിവിനെ കെട്ടുന്നവനാണവൻ, നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവമാണവൻ, നിന്റെ ഭാരങ്ങൾ മാറ്റിയെടുക്കുന്ന ദൈവമാണവൻ. അവൻ്റെ പ്രാണനെ നിനക്ക് വേണ്ടി തന്നെ നിന്റെ ജീവിതം അനുഗ്രഹമാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ നടുവിൽ അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അത്ഭുത കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടി രണ്ട് കരങ്ങളുടെ മുകളിലേക്ക് ഉയർത്തി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം.
ഒരു തവണ നിന്റെ മക്കളെ നോക്കണമേ ദൈവമേ. കൈകൾ ഉയർത്തി കർത്താവേ, നിന്റെ സഹായം ആവശ്യപ്പെടുന്നു. ഞങ്ങൾക്ക് സഹായം വേണം ദൈവമേ. പിതാവേ, ഞങ്ങൾ നിന്റെ വാക്കിനെ അനുസരിച്ച് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ കാര്യങ്ങൾ ചെയ്യുമാറാകണമേ എന്ന് നിന്നോട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളോടും, അതുപോലെ ഞങ്ങളുടെ യൗവനക്കാർത്തികളെ ശ്രദ്ധിക്കണമേ. അവർ വിശുദ്ധിയോടെ ജീവിക്കുന്നതിന് വേണ്ടി, കർത്താവിൽ ആശ്രയം വെച്ച് മുൻപോട്ട് പോകുന്നതിന് വേണ്ടി യൗവനത്തിൽ തന്നെ സൃഷ്ടികർത്താവിനെ ഓർമ്മിപ്പിക്കുവാൻ സഹായിക്കുമാറാകണമേ. ഒരുപക്ഷെ അവർ തെറ്റായ വഴിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെ വീണ്ടും അവരോട് ക്ഷമിച്ച് പരിപൂർണമായി ശുദ്ധീകരിച്ച് പുതിയ സൃഷ്ടിയാക്കണമേ. പാപത്തിനോട് നോ പറയുവാനുള്ള ധൈര്യം അവർക്ക് കൊടുക്കുമാറാകണമേ. ഞങ്ങളുടെ ചുറ്റും നിന്റെ വേലി കെട്ടണമേ കർത്താവേ. ഞങ്ങളുടെ യൗവനക്കാരുടെ ചുറ്റും നിന്റെ വേലി കെട്ടണമേ ദൈവമേ. യൗവനക്കാർ തങ്ങളുടെ യൗവന ഇച്ഛകളിൽ വീണു പോകാതെ ദൈവമക്കളോട് കൂടെ ചേർന്ന് നീതിയും സമാധാനവും ദൈവസ്നേഹവും അന്വേഷിക്കുവാനുള്ള കൃപ കൊടുക്കണമേ. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ പകർന്നിട്ട് ഞങ്ങളുടെ മുഖത്ത് സന്തോഷവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനവും ഞങ്ങളുടെ ജീവിതങ്ങളിൽ അഭിവൃദ്ധിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്റെ അനുഗ്രഹവും ഉണ്ടായിരിക്കേണ്ടതിന് ഞങ്ങളെ അനുഗ്രഹിച്ചയക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ് പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കൂടി വന്ന എല്ലാ വ്യക്തികളോടും കൂടെ എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.